നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭിക്ഷക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടമാനം ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴല്ല, പഴയ കാലത്തുകൊണ്ട് ഭിക്ഷക്കാരുണ്ട്. എന്നാൽ ആ ഭിക്ഷക്കാരുടെ തട്ടിപ്പ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭിക്ഷക്കാരുടെ പോലെയാണ് ഇരിക്കുന്നത് കണ്ടാലൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് എറണാകുളത്ത് കടവന്തറയിൽ 2 ദിവസം മുമ്പാണ് ഒരു സംഭവം ഉണ്ടായത്. അതായത് ഒരു അയാൾ ഈ സ്റ്റിക്കൊക്കെ കുത്തിയിട്ട് സാധാരണ വികലാംഗർ നടക്കുന്ന പോലെ 4 കാലും കുത്തി നടക്കും. അങ്ങനെ നടന്നിട്ട് പിന്നെ എവിടെയെങ്കിലും മരത്തിൻ്റെ മറവിലോ ആളുകൾ കാണാതിരിക്കുമ്പോഴോ അയാൾ എന്ത് ചെയ്യും, ഈ സ്റ്റിക്ക് 2 ഊരി ശരിക്ക് സ്റ്റഡിയിൽ നടന്നു പോകും. അപ്പോൾ അങ്ങനെ 2 ദിവസം മുമ്പ് ഒരു വ്യക്തി ചെയ്തതാണ്. അപ്പം ഭിക്ഷക്കാരെന്ന് പറയുന്ന രീതി കണ്ടമാനം പൈസ പിരിക്കുകയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് കയ്യടി വാങ്ങാൻ, അതായത് ആൾക്കാരുടെ ഈ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട്, മനസാക്ഷി. കാരണം ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു പൊതുവെ ആളുകൾക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ടൊക്കെ 2 ദിവസം മുമ്പ് കടവന്തറയിലാണ് ഒരാളിങ്ങനെ ചെയ്തത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടവന്തറയിൽ അവിടെ ഒരു വ്യക്തി അത് കണ്ടു. അദ്ദേഹം അത് മറുനാടൻ ചാനലുമായിട്ട്, ഷാജൻ്റെ ചാനലുമായിട്ട് സംസാരിച്ചു, മറുനാടൻ മലയാളിയായിട്ട്. അപ്പോൾ ഈ മറുനാടൻ മലയാളിയുടെ ഒരു എഡിറ്റർ, ഒരു അവതാരകൻ ആ വഴി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ വണ്ടി നിർത്താൻ പറ്റിയില്ല. അവിടെ എറണാകുളം നഗരത്തെ പറ്റി അറിയാമല്ലോ, അവിടെ പെരും തിരക്കേറിയ സ്ഥലമാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് അത് തന്നെ അദ്ദേഹത്തിന് അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ അത് ആരോ വീഡിയോ പിടിച്ചതാണ്. വീഡിയോ പിടിച്ച് അത് ഇദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഇദ്ദേഹം അതിന് മുമ്പ് 2 ദിവസം മുമ്പൊരു പ്രചാരണം നടത്തിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇത് നടത്തിയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായ രീതി, ഒരു രൂപം അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ, എന്നിട്ട് ബാക്കി പറയാം. കടവന്തറ കവലക്കലമ്പലം, അതായത് ഇപ്പോഴത്തെ സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് ആഴ്ചയാണ് ആളെ കാണുന്നത്. മരത്തിന്റെ പുറകിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകണം. അപ്പോഴാണ് ഞാൻ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ അയാൾ ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് വിശദമായി പറഞ്ഞിരുന്നു. അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് ബോധ്യം വന്നിരുന്നു. പക്ഷേ അതിൻ്റെ പ്രേക്ഷകരെ ഒരു 1-2 മിനിറ്റൊക്കെ ഉള്ളൂ. ഇത് 2 മിനിറ്റും ഇല്ല. അപ്പോൾ അത് അത്രയും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ന്യൂസായിട്ട് പോകുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പം അന്ന് തന്നെ ഈ മറുനാടൻ്റെ ഈ പിന്നെ സ്റ്റാഫിനെ എന്താ ആർ പിയൂഷ് ആണെന്ന്, അപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ച് ഒരുപാട് ആൾക്കാർ കമൻ്റൊക്കെ ഇട്ടിരുന്നു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പിന്നെ ഇത് ഭിക്ഷക്കാരനാണെന്ന് പറയുന്നത്? അപ്പോൾ കുറേ ആൾക്കാർക്ക് അങ്ങനെ അത് എന്തോ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി. അപ്പം ഇദ്ദേഹം ഈ മറുനാടൻ്റെ ഈ വ്യക്തി പറയുന്നുണ്ട്, ആർ പിയൂഷ് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് അന്ന് തന്നെ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വണ്ടി അന്ന് നിർത്തിയത് നോക്കാൻ ഒന്നും വീഡിയോ പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇതാരോ പിന്നെ പിടിച്ച വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ നാക്കൊക്കെ എങ്ങനെയാ ഈ റബ്ബർ ബാൻഡ് വളയ്ക്കുന്ന മാതിരിക്ക് വളയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവരെ കൈയും കാലുകളൊക്കെ വഴങ്ങും. അതുപോലെ ഈ വാക്കിംഗ് സ്റ്റിക്ക് കുത്തി നടക്കുന്ന രീതിയിൽ വളഞ്ഞ് പുളഞ്ഞൊക്കെ ഇരുന്ന്, അതുപോലെ ഇവൻ ഒറിജിനൽ ഈ അംഗവൈകല്യമുള്ള ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇവൻ ചെയ്യും. അപ്പോൾ ആർക്കും അത്ര സംശയം തോന്നില്ല. പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇവൻ വികലാംഗനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആളാണ്, ഈ കാൽ സ്വാധീനം ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ കൈ സ്വാധീനം ഇല്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇവനെ മനസ്സിലാക്കും. അപ്പോൾ ആളുകൾ കഴിയുന്ന സഹായങ്ങൾ പൈസ തന്നെ കൊടുക്കും. ഭക്ഷണമല്ല, കിട്ടുന്നൊരു കൈ കിട്ടുന്ന പൈസ എത്ര, 50 100 100 കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ ഭിക്ഷക്കാർ ഒരുപാട് തട്ടിപ്പുമാരുണ്ട്. അതുപോലെ തന്നെ ഈ ഭിക്ഷക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയ സംഭവമുണ്ട്. എറണാകുളത്തിന് മുമ്പ് 1 കൊല്ലം മുമ്പ് ഉണ്ടായ സംഭവമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ എറണാകുളത്ത് തന്നെ. അന്ന് വൈറ്റിലല്ല, എറണാകുളം നോർത്ത് എടപ്പള്ളിയിലാണ് അത്. എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഭിക്ഷാടനം നടത്തുക, പണിയെടുപ്പിക്കുക, അങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ആണിപ്പോൾ ഈ ഉടായ്പ പരിപാടിയായിട്ട് നടക്കുന്നത് ഇവർ.
കാരണം ഇവൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് ആൾക്കാരെ ഒച്ചയിട്ടോടുകൂടി ഇവന് മനസ്സിലായി കാര്യം പന്തിയല്ല എന്നുള്ളത്. അപ്പോൾ ഇവനെ അവിടെ പിടിച്ച് ഇവൻ്റെ വീഡിയോ പിടിക്കുന്നൊരു രംഗമുണ്ട്. അപ്പം എന്നിട്ടാണ് ഇവൻ പിന്നെ ഇതിന് മുൻപ് ഇവൻ ചെയ്ത വീഡിയോ അത് ഇവൻ മരത്തിൻ്റെ മുൻപിൽ മറിഞ്ഞു എന്നുള്ള ഒരു സത്യാവസ്ഥ ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ അത് ഈ കടവന്ത്രയുള്ള ഒരു ശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്തോ ഒരു ജോലി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ മറുനടനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചത്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തട്ടിപ്പന്മാരെ വിശ്വസിക്കരുത്. പ്രാർത്ഥനയുടെ മറവിലും ഒക്കെ പിന്നെ അതുപോലെ തന്നെ വേറെ മന്ത്രവാദത്തിൻ്റെ മറവിലും ഒക്കെ തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. കണ്ടവനെ പൈസ പിടുങ്ങാനായിട്ട് ഇരിക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട്. ഇവരെ ജനങ്ങൾ തിരിച്ചറിയണം. ഇനി ഇതുപോലെ തന്നെ ഒരു വീഡിയോയും കൂടി ചെയ്യാണ്ട് ഒരു പ്രാർത്ഥനയുടെ മറവിൽ ഒരു തട്ടിപ്പ് നടത്തുന്നത്. അതിൻ്റെ ഈ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ വേറെയും വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ കഴിയുന്നത് ആൾക്കാരുടെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഏത് മീഡിയയിലും ഷെയർ ചെയ്തത് ഇത് ഇങ്ങനെയുള്ള ആളുകളുടെ കള്ളത്തരം മനസ്സിലാക്കണം. ഇനി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് 10 രൂപ ആരും കൊടുക്കരുത്. 10 രൂപ പോയിട്ട് 1 രൂപ പോലും കൊടുക്കരുത്. ശരി എന്നാൽ ഓക്കെ, ബൈ.